ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി, അതായത് 2016 ഓഗസ്റ്റ് മാസം 17-ാം തീയതി. ഇന്ന് ബുധനാഴ്ചയാണ്. നക്ഷത്രം 44 നാഴിക തിരുവോണവും ബാക്കി അവിട്ടവുമാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതും 40 വർഷത്തിലധികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളതുമായ നമുക്കൊക്കെ ഗുരുസ്ഥാനീയനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. നമ്മൾ പല അധ്യായങ്ങളിലായിട്ട് ഗ്രഹങ്ങളും അതിലെ പല ഗ്രഹമാറ്റവും അതെ 27 നക്ഷത്രങ്ങളെ രാശികളാക്കി 12 രാശികളായി തുലാൻ രാശി വരെ പറഞ്ഞു. അടുത്ത വൃശ്ചിക രാശി. വൃശ്ചിക രാശി എന്ന് പറയുന്നത് വിശാഖം ഒടുവിൽ 15 നാഴികയും അനിഴം നക്ഷത്രവും കേട്ടയും ചേരുന്ന 2 നക്ഷത്രമാണ്. ഈ രാശിക്കാർക്ക് 4.5 വർഷമായി ഏഴരാണ്ടൻ ശനി സഞ്ചരിക്കുന്ന കാലമാണ്. ഏഴരാണ്ടൻ ശനി എന്ന് പറയുമ്പോൾ 7.5 വർഷം ചാരവശാൽ ശനി ജനിച്ച രാശിയിലും 12ാമത്തെ രാശിയിലും 2ാം രാശിയിലുമായി 2.5 വർഷം വീതം സഞ്ചരിക്കുന്ന കാലം. 2.5 7 വർഷം, 7.5 വർഷം. അതാണ് ഏഴര ശനിക്കാലം. അതിൽ ജനിച്ച രാശിയിൽ ശനി സഞ്ചരിക്കുമ്പം ജന്മശനിയും ഏഴര ശനിയും ഒന്നിച്ച് അനുഭവിക്കുന്ന കാലം. ഇപ്രകാരം വിശാഖം ഒടുവിൽ 15 നാഴികയും അനിഴവും കേട്ടയും, കേട്ട എന്ന് പറയുമ്പോൾ തൃക്കേട്ട നക്ഷത്രം, തൃക്കേട്ടയും ചേരുന്ന 2 നക്ഷത്രക്കാർക്ക് ജന്മശനിക്കാലം കൂടിയാണ്. 4 വർഷമായിട്ട് ഏഴര ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 2016 ജനുവരി മാസം 2017 ജനുവരി മാസം 26 തീയതിയാകുമ്പോൾ ജന്മശനി മാറ്റം വരുന്നു. അതോടെ ഒരു ഭാരിച്ച ക്ലേശാനുഭവങ്ങൾ, ചുമലിലിരുന്ന ഭാരം താഴോട്ടിറക്കി വെക്കും പോലെ ഈ രാശിക്കാർക്ക് സാമ്പത്തികപരമായ ഞെരുക്കം ഏതാണ്ട് 90% തീരുന്നതും വർഷങ്ങളായി അനുഭവിപ്പിച്ചുകൊണ്ടിരുന്ന രോഗാദി ദുരിതങ്ങൾക്ക് ഒരു മോചനമുണ്ടാകുകയും സന്താന പരമ്പരകൾക്ക് മേൽഗതിയും അഭിവൃദ്ധിയും ഐശ്വര്യവും ഉദ്യോഗലബ്ധിയും പ്രമോഷനും ഗൃഹനിർമ്മാണവും മറ്റ് ഭൗതിക നേട്ടങ്ങളും ആത്മീയ നേട്ടങ്ങളും ഉണ്ടാവുകയും താമസ സ്ഥലം സംബന്ധിച്ച് പരിഷ്കരിക്കുകയോ അല്ലെ പൊതു ഗ്രഹ വസ്തു വാഹന യോഗം ഉണ്ടാവുകയും ചെയ്യും. വർഷങ്ങളായി ഗ്രഹം ഉണ്ടാവണം, പണിയണം, അല്ലെ വാങ്ങണം എന്നൊക്കെ മോഹിക്കുന്നവർക്ക് വീട് പണിയാനോ ഫ്ലാറ്റ് വാങ്ങാനോ വില്ലകൾ വാങ്ങാനോ ഒക്കെ ഉള്ള യോഗങ്ങളും, അപ്പോൾ അധീനതയെ വരുവാനുള്ള യോഗങ്ങളും പാർട്ടീഷൻ മുതലായവ ലഭ്യമാകുകയും അതിൽ നിന്ന് വസ്തുക്കൾ, ഭൗതിക നേട്ടങ്ങൾ മുതലായവ ലഭ്യമാവുകയും ഉദ്യോഗാർത്ഥികൾക്ക് കണിശമായിട്ടും 2016 ആഗസ്റ്റ് മാസം മധ്യം മുതൽ 17 ആഗസ്റ്റ് മധ്യത്തിലായിട്ട് ഉദ്യോഗം ലഭിക്കാനുള്ള യോഗങ്ങളും അവിവാഹിതർക്ക് വിവാഹാദി ലഭ്യതയും വിവാഹം കഴിഞ്ഞവർക്ക് സന്തോഷകരമായ ദാമ്പത്യ അനുഭൂതികളും ഉണ്ടാകും. എങ്കിലും മഴ പെയ്ത് കഴിഞ്ഞ് മരം പെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു 2.5 വർഷം കൂടെ, ശരാശരി ഇനി 3 വർഷം കൂടെ ഈ ഏഴര ശനിയുടെ കാഠിന്യം ഉള്ളതിനാൽ സാമ്പത്തിക ലബ്ധിയൊക്കെ ഉണ്ടാവുമെങ്കിലും അധിക ചെലവുകൾ വന്നുവിടുന്ന കാലമാണ്. ഉദ്യോഗത്തിന് വേണ്ടിയോ ഗ്രഹത്തിന് വേണ്ടിയോ വസ്തുവിന് വേണ്ടിയോ രോഗങ്ങൾക്ക് വേണ്ടിയോ അടുത്ത സന്താന പരമ്പരകൾക്ക് വേണ്ടിയോ സാമ്പത്തികമായിട്ടുള്ള പരിശ്രമം, ഉത്സാഹം, സാമ്പത്തിക ചെലവ് എന്നിവ കൂടും. ഈശ്വരാനുഗ്രഹം വ്യാഴഗ്രഹം 11ാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്തേക്കും അഭീഷ്ടസ്ഥാനത്തേക്കും ലക്ഷ്യപ്രാപ്തി സ്ഥാനത്തേക്കും വരുന്നതിനാൽ എന്തെല്ലാം നൂലാമാലകളും മറ്റുള്ള ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്നവർക്കുമൊക്കെ ഒരു മോചനം ഒരുപക്ഷെ ഈ രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ നല്ല സമയം. ഒരു വർഷത്തേക്കിന് വിശാഖം ഒടുവിൽ 15 നാഴിക അനിഴം തൃക്കേട്ട ചേരുന്ന 2 നക്ഷത്രക്കാർക്ക് സർവേശ്വരകാരകനായ ബൃഹസ്പതിയുടെ അനുഗ്രഹം കണ്ടു തുടങ്ങുന്ന കാലമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗലബ്ധി, ഉദ്യോഗത്തിൽ പ്രമോഷൻ കാംക്ഷിച്ചിരിക്കുന്നവർക്ക്, ടെസ്റ്റ് ചെയ്തവർക്ക് കണിശമായിട്ടും പ്രമോഷൻ കിട്ടാനുള്ള യോഗങ്ങൾ, അതുപോലെ കുടിശ്ശികയായിട്ട് ധനം കിട്ടാനുള്ളവർക്ക് അതൊക്കെ കിട്ടാനുള്ള യോഗങ്ങൾ, കോടതിയിൽ ഏതെങ്കിലും കേസ് നടക്കുന്നവർക്ക് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ അല്ലെങ്കിൽ ഭാഗികമായി ആ കേസ് അനുകൂലം വരാനുള്ള യോഗം, അതുപോലെ തന്നെ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും വളരെയധികം കാലങ്ങളായിട്ട് മോഹിച്ചിരുന്ന ചിരകാല സ്വപ്നങ്ങൾ പൂവണിയുവാനുള്ള യോഗങ്ങളും പല പല സഹായ വാഗ്ദാനങ്ങളും സഹായികളും രംഗത്ത് വന്നിരിക്കുന്ന കാലം.
ശത്രുക്കൾ നിഷ്പ്രഭരാകും. തടസ്സങ്ങൾ ഒഴിഞ്ഞു മാറും. മാർഗദർശനങ്ങൾ വഴികാട്ടും. സഹായികൾ രംഗത്ത് വരും. സഹായഹസ്തം നീളും. പേരും പെരുമയും ഉണ്ടാവും. ഉന്മേഷവും ഉണർവും മനസ്സന്തോഷവും ആരോഗ്യലബ്ധിയും ഉണ്ടാവും. പൊതുവെ അനുകൂലമായ ഗുണദോഷ സമ്മിശ്രത്താൽ ഗുണം കൂടിയിരിക്കുന്ന കാലമാണ്. പ്രത്യേകിച്ച് 2017 ജനുവരി 26 മുതൽ ഏറ്റവും നല്ല കാലമാണ് ഈ രാശിക്കാർക്ക്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം